കൂടുതൽ മക്കൾ കുടുംബങ്ങളിൽ സന്തോഷവും സമാധാനവും നൽകുമെന്ന് ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ. സുറിയാനി കത്തോലിക്കർക്ക് സംഭവിച്ച ഏറ്റവും വലിയ തെറ്റാണ് കുടുംബങ്ങളിലെ മക്കളുടെ എണ്ണം കുറച്ചതെന്നും അഭിമന്യ പിതാവ് പറഞ്ഞു. പുളിങ്കുന്ന് സെന്റ് മേരീസ് ഫൊറാന പള്ളിയിലെ വടക്കേക്കളം സാജു അനു ദമ്പതികളുടെ 4ാമത്തെ കുഞ്ഞിന് പ്രവേശന കൂദാശകൾ നൽകുന്ന തിരുക്കർമ്മങ്ങളിലെ വചന സന്ദേശത്തിലായിരുന്നു അഭിമന്യ പിതാവിന്റെ പരാമർശം. കൂടുതൽ കുഞ്ഞുങ്ങൾ നമ്മുടെ എല്ലാവരുടെയും കുടുംബങ്ങളിൽ കൂടുതൽ സന്തോഷവും കൂടുതൽ അനുഗ്രഹവും കൊണ്ടുവരുന്നവരാണ്. നമ്മൾ സുറിയാനി കത്തോലിക്കർ കാണിച്ച ഏറ്റവും വലിയ മണ്ടത്തരാണ് മക്കളുടെ എണ്ണം എല്ലാം കുറച്ചു 1, 2 എന്നൊക്കെ ഉള്ള അവസ്ഥയിലായി. അതുകൊണ്ട് ഏറ്റവും വലിയ ഒരു കുറവ് സംഭവിച്ചത് നമ്മുടെ കുടുംബങ്ങളിൽ തന്നെയാണ്. കുടുംബങ്ങളൊക്കെ ഏകാന്തമായിക്കൊണ്ടിരിക്കുന്നു. ഈ പുളുങ്കുന്നിലെ പല കുടുംബങ്ങളിലും ചെന്നാൽ ഒരു 60 വയസ്സിന് മുകളിലുള്ള അച്ചായനും അമ്മച്ചിയും ഒക്കെ രാവിലെ മുതൽ പത്രവും വായിച്ചിരിക്കുന്നതാണ്. ആരുമില്ല. പിന്നെ ഒരു വീഡിയോ കോൾ മാത്രമാണ് ആകപ്പാടെയുള്ള ഒരാശ്രയം. വീഡിയോ കോൾ വിളിച്ച് പിള്ളേരോട് വർത്തമാനം പറഞ്ഞാൽ കൊച്ചുമക്കൾ കൊണ്ട് നമ്മുടെ ഭാഷ മനസ്സിലാവുന്നില്ല. പുളുങ്കുന്ന് ഇംഗ്ലീഷൊന്നും അവർക്ക് പിടികിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു വലിയ ദുഃഖമാണ്. അടുത്ത തലമുറയോട് സംസാരിക്കാൻ സാധിക്കുന്നില്ല. അവർക്ക് നമ്മുടെ ഭാഷയും സംസ്കാരവും മനസ്സിലാകുന്നില്ല. അങ്ങനെ ഒരു വളരെ ശക്തമായ ഒരു വിശ്വാസ സമൂഹം ദുർബലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെ മാത്രം കുറ്റം പറഞ്ഞാൽ മതി. കാരണം ഇത് നമ്മുടെ മാത്രം തീരുമാനമായിരുന്നു പിള്ളേരൊന്നും വേണ്ട എന്നുള്ളത്. കർത്താവ് നമ്മളോട് പറഞ്ഞ നമുക്ക് നൽകിയ ഒരു കൽപ്പനയായിരുന്നു, നിങ്ങൾ പെരുകി ലോകം കീഴടക്കുവിനെന്നുള്ളത്. പക്ഷേ അതെല്ലാം നമ്മൾ ലംഘിച്ചു. പിന്നൊരു കൽപ്പന തന്നത് ലോകമെങ്ങും പോയി സുവിശേഷം പറയാനായിരുന്നു. അതും നമ്മൾ ലംഘിച്ചു. പിന്നെ എങ്ങനെയാണ് നമ്മൾ ശരിയാകുന്നത്? അപ്പോൾ കൂടുതൽ മക്കള് കുടുംബങ്ങളിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ഒരു തലമുറ ഉയർന്നു വന്നാലേ നമ്മുടെ സമൂഹം രക്ഷപ്പെടത്തുള്ളൂ. അതുകൊണ്ടാണ് സഞ്ജു അനു ഒക്കെ അതിനകത്ത് പെട്ട ആൾക്കാരാണ്. പക്ഷേ പുളുങ്കുന്നിൽ ഇത്ര ഇടവക്കാരുള്ളത് കൊണ്ട് ഞാൻ കൂടെ വരേണ്ടതാണ്. ഇവിടെ 4ാമത്തെ കൊച്ചിന് മാമോദിസ കൊടുക്കാം. പക്ഷെ അങ്ങനെ വലിയ തിരക്കൊന്നും വിചാരിച്ച് തന്നെ 2-3 വർഷം കൂടിയാന്ന് തോന്നുന്നു തന്നെ ഒരു 4ാമത്തെ കുഞ്ഞിൻ്റെ മാമോദിസയ്ക്ക് വിളിക്കുന്നു. അതുകൊണ്ട് ഇത് കേട്ടിരിക്കുന്ന ചെറുപ്പക്കാർ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും കൂടെ തോന്നട്ടെ എന്നൊക്കെ ഓർത്താണ് ഞാൻ വന്നത്. പക്ഷെ ഞാൻ നോക്കിയിട്ട് ഇവിടെ എല്ലാവരും 60-ന് മുകളിലുള്ളവരാണ് കൂടുതലും പുളുങ്കുന്ന് പള്ളി നിറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എന്നാലും നിങ്ങൾ വീട്ടിൽ ചെന്ന് മക്കളോടൊക്കെ പറയണം, ഇങ്ങനെ പിതാവ് വന്നു, 4ാമത്തെ കുഞ്ഞിന് മാമോദിസയൊക്കെ കൊടുത്തു. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ കൂടുതൽ മക്കൾ വേണം. ഞാൻ ഈ വിവാഹർക്ക് സെമിനാറിനൊക്കെ ചെന്ന് അവരോട് പറയാറുണ്ട്, നമുക്ക് മിനിമം 5 പിള്ളേർ വേണമെന്ന് പറയാറുണ്ട്. കാരണം അത് മക്കൾക്ക് വേണ്ടിയിട്ടാണ് മക്കളെ ജനിപ്പിക്കുന്നതെങ്കിൽ കൂടുതൽ മക്കൾ വേണം. നമുക്ക് വേണ്ടിയിട്ടാണ് മക്കളെ ജനിപ്പിക്കുന്നതെങ്കിൽ ഒരെണ്ണം പോലും തികച്ച് വേണ്ട. കാരണം മെനക്കേടാ, ഒരു അരക്കൊച്ചൊക്കെ മതി. കാരണം വളർത്തുന്നത് വലിയ പാടാണ്. പക്ഷെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് മക്കളെ ജനിപ്പിക്കുന്നതെങ്കിൽ കൂടുതൽ മക്കൾ വേണം. കാരണം അവർക്ക് വർത്തമാനം പറയാനും കൂട്ടുകൂടാനും വഴക്ക് പിടിക്കാനും പിണങ്ങാനും ഇണങ്ങാനും എല്ലാം സൗകര്യം ഉണ്ടാവും. കുട്ടികളുടെ എണ്ണം കുറയുമ്പോൾ ആ ഒരു തലമൊക്കെയാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. അതുകൊണ്ട് മക്കളെ കുറച്ചുകൂടെ മൂല്യം കൊടുത്ത് കാണാനും അവരെ ആ രീതിയിൽ ജനിപ്പിക്കാനും ദൈവിക പദ്ധതിയോട് സഹകരിക്കാനും എല്ലാം നമുക്ക് സാധിക്കണം. എൻ്റെ വീട്ടിൽ 7 മക്കളുണ്ട്. ഞാൻ 7ാമനാണ്. എൻ്റെ മാതാപിതാക്കളോട് എനിക്ക് ഏറ്റവും നന്ദിയുള്ളത്, അവർ 7ാമനായി എനിക്ക് ജന്മം കൊടുക്കാൻ അവർ തീരുമാനിച്ചല്ലോ. നിങ്ങളുടെയൊക്കെ ടൈപ്പ് പാർട്ടികളായിരുന്നെങ്കിൽ ആദ്യത്തെ 2 പേർക്ക് മാത്രമേ ഭാവി ഉണ്ടാകുമായിരുന്നു. ബാക്കി 5 എണ്ണത്തിൻ്റെ കാര്യവും കഷ്ടത്തിലായിപ്പോയി. അവരാരും സാമ്പത്തികമായ സുരക്ഷിതത്വം നോക്കിയിട്ടൊന്നുമല്ല കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുത്തത്. അപ്പോൾ എൻ്റെ മാതാപിതാക്കളുടെ തൊട്ട് മുതിർന്ന തലമുറയ്ക്ക് 12 മക്കളുണ്ടായിരുന്നു. അതിനു മുമ്പ് 16 ഉണ്ടായിരുന്നു കേട്ടിട്ടുണ്ട്, എനിക്കറിയില്ല. അപ്പോൾ അവരാരും നമ്മുടെ ഈ പിള്ളേരെ വളർത്താൻ എത്ര കാശാവും എന്ന് കണക്കുകൂക്കൽ എഴുതിയിട്ടൊന്നുമല്ല കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുന്നത്. ദൈവം മക്കളെ കൊടുക്കുമ്പോൾ 2 കൈ നീട്ടി അതൊക്കെ സ്വീകരിക്കുക. എന്നിട്ട് അവരൊക്കെ വളർന്നില്ലേ, നല്ല മിടുക്കരായിട്ട് വളർന്നു, നല്ല ലോകപരിചയമുള്ള ആൾക്കാരായിട്ട് വളർന്നു. അവരെ കൊണ്ടാണ് നമ്മുടെ നാട് മുഴുവൻ അഭിവൃദ്ധിപ്പെട്ടതെന്ന് നമുക്കറിയാം. ഈ പുളുങ്കുന്ന് പള്ളിയൊക്കെ പണിയുന്ന കാലത്ത് ഇവിടെ എന്തേലും ജനം ഉണ്ടായിരുന്നു അല്ലേ, എന്തേലും ചെറുപ്പക്കാരുണ്ടായിരുന്നു.
നല്ല ആരോഗ്യമുള്ള, കഴിവുള്ള, പ്രാപ്തിയുള്ള ആൾക്കാരുണ്ടായിരുന്നു. അതുകൊണ്ടല്ലേ ഇതൊക്കെ നടന്നത്. അപ്പോൾ അതിന് പകരം ഇപ്പോഴത്തെ പിള്ളേരോട് മരുന്ന് മേടിക്കാൻ പറഞ്ഞാൽ അവൻ പോയി പലചരക്കടയിൽ പോയാണ് ചോദിക്കുന്നത്, മരുന്ന് വേണമെന്ന്. എന്നിട്ട് പറയും ഇല്ലെന്ന് പറയും വീട്ടിൽ വന്ന്. കാരണം അവനറിയത്തില്ല, അവനെ ഒന്നും പഠിപ്പിച്ചിട്ടുമില്ല, ഒന്നുമില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ കണക്കൂട്ടലുകളല്ല, ദൈവത്തിൻ്റെ കണക്കൂട്ടലുകൾക്ക് പ്രാധാന്യം കൊടുക്കാനായിട്ട് സാധിക്കണം. പിന്നെ ഈ മക്കൾ കുടുംബത്തിലേക്ക് വരുമ്പം നമ്മുടെ ഒത്തിരി ശ്രദ്ധ കുഞ്ഞുങ്ങളിലേക്ക് പോവുകയും അത് തന്നെ ദമ്പതികൾ തമ്മിലുള്ള ബന്ധം കുറച്ചുകൂടെ നന്നാവാനായിട്ട് സഹായിക്കുകയും ചെയ്യും. പിള്ളേരുടെ കാര്യമാകുമ്പോൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് നിന്നിട്ടേ കാര്യമുള്ളൂ. അതുകൊണ്ട് തന്നെ അവർ കൂടുതൽ സംസാരിക്കും. ദമ്പതികൾ മക്കളുടെ കാര്യമൊക്കെ അറിയാതെ സംസാരിച്ചു പോകും. പിന്നെ അവർ തമ്മിൽ വഴക്ക് പിടിക്കാനൊന്നും നേരം കിട്ടത്തില്ലാണ്. പിള്ളേരെ നോക്കിയിട്ട് വേണ്ട വഴക്ക് പിടിക്കും. അപ്പം അങ്ങനെയൊക്കെ ഒത്തിരി നന്മകൾ കുടുംബത്തിനും ഉണ്ടാവുകയാണ്. അതുകൊണ്ട് കൂടുതൽ കുഞ്ഞുങ്ങൾ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹമാണെന്നുള്ളൊരു ചിന്തയിൽ വളരാൻ നമ്മുടെ അടുത്ത തലമുറയ്ക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഇന്ന് ഈ കുഞ്ഞ് പ്രവേശക കുദാശകൾ സ്വീകരിക്കുന്നു, മാമോദീസ. നമ്മളിന്ന് വചനത്തിൽ വായിച്ചു കേട്ടു, നമ്മുടെ കർത്താവ് മാമോദീസ സ്വീകരിക്കുന്നു. മാമോദീസായിൽ സംഭവിക്കുന്നത് എന്താണ്? മാമോദീസായും തൈലാഭിഷേകവും പരിശുദ്ധ കുർബാനയും ഈ കുഞ്ഞിന് കൊടുക്കുകയാണ്. ഒരു കുഞ്ഞിന് ആത്മീയമായിട്ട് വളരാൻ ആവശ്യമുള്ളതെല്ലാം നമ്മൾ കൊടുക്കുകയാണ്. അത് പരിശുദ്ധാത്മാവിനെ ലഭിക്കുകയാണ്. പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ 12 വർഷവും ഊന്നി പറഞ്ഞ ഒരു കാര്യം, മാമോദീസയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കൂദാശ. തിരുപ്പട്ടമൊന്നുമല്ല കേട്ടോ. മാമോദീസ സ്വീകരിച്ചാലേ തിരുപ്പട്ടം സ്വീകരിക്കാൻ പറ്റൂ. മാമോദീസയാണ് അടിസ്ഥാന കൂദാശ. അത് സ്വീകരിച്ചവർക്കെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമുണ്ട്. അതുകൊണ്ട് എല്ലാവരെയും ശ്രവിക്കണം. ഇതായിരുന്നു സിനഡാലിറ്റിയുടെയൊക്കെ അടിസ്ഥാനം. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കൂദാശ മാമോദീസയാണ്. മാമോദീസയിൽ ഒത്തിരി കൃപകൾ ലഭിക്കുകയാണ്. മാമോദീസ എന്ന് പറയുന്നത് കേവലം സാമൂഹികമായ ഒരു ചടങ്ങായിട്ട് നമ്മൾ കാണരുത്. നമ്മൾ കത്തോലിക്കര് കൂദാശകളെല്ലാം സാമൂഹിക ചടങ്ങാക്കി മാറ്റിക്കളഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സങ്കടം. മാമോദീസ എന്നൊക്കെ പറഞ്ഞൊരു ഇവൻ്റാക്കി അങ്ങോട്ട് മാറ്റി, ഭയങ്കര സംഭവം, ഒത്തിരി പേരെല്ലാം വിളിച്ച് ഭക്ഷണമെല്ലാം കൊടുത്ത് അങ്ങ് വിടുക. പക്ഷേ ഇതൊരു ആത്മീയമായ ഒരു നിമിഷമാണ്. കാരണം കൃപ സമൃദ്ധമായിട്ട് കിട്ടുന്ന ഒരു സമയം. ക്രിസ്ത്യാനി കേവലം മാനുഷികമായ ശക്തിയിൽ മാത്രം ജീവിക്കുന്നവനാണ്. അവൻ ദൈവികമായ ശക്തിയിൽ ജീവിക്കുന്നവനാണ്. കാരണം അവൻ കൂദാശ സ്വീകരിക്കുന്നവനാണ്. കൂദാശ സ്വീകരിച്ചവന് കൃപയുണ്ട്. അപ്പൊ ഈ കുഞ്ഞിന് ഇന്ന് ധാരാളം കൃപകൾ ലഭിക്കുകയാണ്. മാമോദീസായിലൂടെ ദൈവാത്മാവ് ലഭിക്കുന്നു. തൈലാഭിഷേകത്തിലൂടെ പൈശാചികമായ ശക്തികളോട് പൊരുതാനുള്ള കൃപ ലഭിക്കുന്നു. അതുപോലെ പരിശുദ്ധ കുർബാനയിലൂടെ ഓരോ ദിവസവും ഈശോയുടെ ശരീരം ഉൾക്കൊണ്ട് ഈശോയുടെ ശരീരമായി തീരാനുള്ള കൃപ ലഭിക്കുന്നു. ഇതിൽ കൂടുതൽ നമുക്ക് എന്താണ് വേണ്ടത്? ഇതിൽ കൂടുതൽ കൃപയൊന്നും നമുക്ക് കിട്ടാനില്ല. അപ്പം അതുകൊണ്ട് കൃപയ്ക്ക് മേൽ കൃപ ലഭിക്കുന്ന ഒരു ദിവസം, ഈ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ ഈ ഒരു ദിവസം ജന്മദിനം പോലെ തന്നെ പ്രധാനപ്പെട്ടതായിട്ട് മാറണം. അതുപോലെ കൃപ ലഭിച്ച മക്കളെന്നുള്ള നിലയിൽ നമ്മുടെ കുഞ്ഞുങ്ങളെയെല്ലാം വളർത്തിക്കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുകയും വേണം. ഈ മാമോദീസ എന്ന് പറയുന്ന കൂദാശയിലാണ് വേറെ ഒരു കൂദാശയിലില്ലാത്തൊരു ചടങ്ങുണ്ട്. വൈദികൻ തിരുവസ്ത്രങ്ങൾ അണിഞ്ഞ് ആനവാതൊക്കെ പോയി ഈ ഇത്തിരി പോകുന്ന കുഞ്ഞിനെ സ്വീകരിച്ച് ആനയിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. ഇത്രയും വില നമുക്ക് ലഭിക്കുന്ന ഒരു ദിവസമാണ്. തിരുപ്പട്ടത്തിനോ വിവാഹത്തിനോ ഒന്നും ഈ ചടങ്ങ് നമ്മുടെ കൂദാശയിലില്ല. ഒരു കുഞ്ഞിനെ എന്ന് പറയാൻ നമ്മൾ ഒരു വോട്ടവകാശം ഇല്ലാത്ത നമ്മൾ വലിയ അഭിപ്രായത്തിനൊന്നും വലിയ വില കൊടുക്കാത്ത ഒരു ഇത്തിരി പോകുന്ന ഒരു കുഞ്ഞിനെ ആനവാതിക്കൽ നിന്ന് ആഘോഷമായിട്ട് കൊണ്ടുവരികയാണ്. അതാണ് സഭയുടെ ഒരു മനസ്സ്. അതുകൊണ്ട് നമുക്ക് ഈ മാമോദീസ സ്വീകരിക്കുന്ന പ്രവേശ കൂദാശകൾ സ്വീകരിക്കുന്ന ഈ കുഞ്ഞിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. കൃപയ്ക്കുമേൽ കൃപ ലഭിച്ച ഈ മകളെ ആ കൃപ നഷ്ടപ്പെടുത്താതെ വളർത്തിക്കൊണ്ടുവരാനുള്ള അനുഗ്രഹം ഈ മാതാപിതാക്കൾക്കും ജ്ഞാനസ്നാന മാതാപിതാക്കൾക്കും എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. കത്തോലിക്ക വിശ്വാസത്തിന് പ്രാധാന്യം നൽകി ജീവന്റെ മൂല്യത്തെ ഹൃദയത്തിൽ സൂക്ഷിച്ച സാജു അനു ദമ്പതികൾ തങ്ങളുടെ വിവാഹ ഉടമ്പടിയോട് വിശ്വസ്തത പുലർത്തി ദൈവം നൽകുന്ന മക്കളെ ഇരു കൈകളും നീട്ടി സ്വീകരിക്കാമെന്ന് തീരുമാനമെടുക്കുകയായിരുന്നു. പ്രവാസ ജീവിതത്തിലെ കരിസ്മാറ്റിക് നവീകരണ കൂട്ടായ്മയും ഈ ബോധ്യങ്ങൾക്ക് ആഴം നൽകി. 4ാമത്തെ കുഞ്ഞിന്റെ മാമോദീസ വേളയിൽ ആ കുടുംബം അവരുടെ സന്തോഷം പങ്കുവെക്കുന്നത് ഇങ്ങനെയാണ്.
ദൈവം ഞങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിച്ചിരിക്കുകയാണ്. ഇതെൻ്റെ മൂത്ത മകൻ എറിക്ക്, ഇത് രണ്ടാമത്തെ മകൻ എമിൽ, ഇതെൻ്റെ മകൾ എയ്മി, ഇത് എൽന. ജീവിതത്തിൽ ഞങ്ങളുടെ ഓരോ കുട്ടികളുണ്ടാകുമ്പോഴും അത് ഞങ്ങളുടെ ജീവിതത്തിലെ ഒരു സമൃദ്ധിയായിട്ട് തന്നെയാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. മറ്റുള്ളവർക്കും ഇതൊരു മാതൃകയാകണമെന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിച്ച അനുഗ്രഹമായിട്ടാണ് ഞങ്ങളിതിനെ കാണുന്നത്. ഞങ്ങൾ 4 കുട്ടികളെ കാണുന്നത്. തിരുക്കർമ്മങ്ങളിൽ സഹകാർമ്മികനായ സാജുവിന്റെ സഹപാഠി കൂടിയായ സാജു കറുകപ്പറമ്പിലച്ചൻ തന്റെ കൂട്ടുകാരന്റെ വിശുദ്ധിയുള്ള കുടുംബജീവിതത്തെക്കുറിച്ച് ഷെക്കേന ന്യൂസിനോട് പങ്കുവച്ചു. എൻ്റെ ഏറ്റവും സുഹൃത്തായ 10ാം ക്ലാസ് വരെ ഒന്നിച്ച് പഠിച്ച് അങ്ങനെ എൻ്റെ ഏറ്റവും സുഹൃത്തായ സഞ്ജുവിൻ്റെ അനുവിനും ദൈവം ദാനമായി നൽകിയ 4ാമത്തെ കുഞ്ഞിൻ്റെ മാമോദീസ അല്ലെങ്കിൽ പ്രാരംഭ കൂദാശകളുടെ സ്വീകരണത്തിന് പങ്കുചേരുവാനും പരിശുദ്ധ കുർബാന ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മെത്രാപ്പൊലിത്തയായ അഭിവന്ദ്യ മാർ തോമസ് തറയിൽ പിതാവിനോടൊപ്പം പരിശുദ്ധ കുർബാന അർപ്പിക്കാനും മാമോദീസായിലെ പങ്കുചേരുവാനും അതോടൊപ്പം ഈ കുടുംബത്തിൻ്റെ സന്തോഷത്തിൽ പങ്കുചേരുവാനുമായിട്ട് ഞാൻ ഇവിടെ എത്തിയതാണ്. ഇവരുടെ കുടുംബജീവിതം മറ്റു കുടുംബജീവിതം നയിക്കുന്നവർക്കൊരു ആകട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതും ആശംസിക്കുകയും ചെയ്യുന്നത്. സാജുവിനെയും അനുവിനെയും പോലെ ജീവന്റെ മൂല്യത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് ദൈവം നൽകുന്ന മക്കളെ സന്തോഷത്തോടുകൂടി സ്വീകരിക്കുന്ന ഇനിയും കുടുംബങ്ങൾ തിരുസഭയിലുണ്ടാകട്ടെ. ഷെക്കേന ന്യൂസ്, ആലപ്പുഴ.